ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ലൈവ് വോട്ടിംഗ് റിസൾട്ടിലൂടെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. 9ാമത്തെ ആഴ്ചയുടെ ഇനി ഒരു ദിവസവും കൂടെ ബാക്കി നിൽക്കുകയാണ്. വോട്ടിങ്ങിൻ്റെ അവസാന വോട്ടിംഗ് റിസൾട്ടിലോട്ട് നമ്മൾ കടക്കാൻ അടുത്തിനി നാളെയാണ് അവസാന വോട്ടിംഗ് റിസൾട്ട്. നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസും നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഈ മണിക്കൂറിൽ. പക്ഷേ ചില കണ്ടസ്റ്റൻസ് ഇപ്പോൾ ഡേഞ്ചർ പൊസിഷനിലാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിൻ്റെ ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ ചാനലിൽ താഴെ ആ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിൻ്റെ പേരുടെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1ാം പൊസിഷനിൽ അനുമോളാണ് തുടരുന്നത്. വൻപിച്ച മുന്നേറ്റമാണ് വോട്ടിങ്ങിൽ അനുമോൾ കാഴ്ചവെക്കുന്നത്. 47,800 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അനുമോൾ 1ാം സ്ഥാനത്തിന് നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ടിങ്ങിൻ്റെ ആദ്യത്തിലും ഇപ്പോൾ അവസാന വോട്ടിങ്ങിൻ്റെ മണിക്കൂറുകൾ ആയപ്പോൾ പോലും അനുമോൾ 1ാം സ്ഥാനത്ത് നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ തൊട്ടുപിറകെ 2ാം സ്ഥാനത്താണ് ഗ്രിസൈലിൻ്റെ ഗ്രാഫ് നല്ല രീതിയിൽ ഉയർച്ചയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്ന. വോട്ടിൻ്റെ കാര്യത്തിൽ 33,100 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 2ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ് ഗ്രിസൈലിൻ്റെ വോട്ട്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഗ്രിസൈൽ ഈ മണിക്കൂറുകൾ കാഴ്ചവെക്കുന്നുണ്ട്. തൊട്ടുപിറകെ 3ാം സ്ഥാനത്ത് ലക്ഷ്മിയാണ്. 29,058 എന്നുള്ള വോട്ട് നേടി നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറിൽ ചെറിയ രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറിൽ ലക്ഷ്മി കാഴ്ചവെക്കുന്നുള്ള വോട്ടിൻ്റെ കാര്യത്തിൽ. പക്ഷേ നല്ലൊരു കണ്ടന്റ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെച്ചാൽ ഇനി വോട്ട് നേടുന്നതായിരിക്കും. ഈ മണിക്കൂറിൽ ലക്ഷ്മിക്ക് നല്ലൊരു വോട്ടിംഗ് കുറവാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. തൊട്ടുപിറകെ 4ാം സ്ഥാനത്ത് ഇതുവരെ ഒരു സംഭവിക്കാത്തൊരു വോട്ടിങ്ങാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നോറെ അട്ടിമറിച്ച് ആദില 4ാം സ്ഥാനത്തേക്ക് വോട്ടിൽ കയറി വരുന്ന ആദ്യത്തെ ഒരു വോട്ടിംഗ് റിസൾട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 29,101 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആദില 4ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറിൽ ആദില കാഴ്ചവെക്കുന്നുണ്ട്. ആ വോട്ട് പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട് ആദിലയ്ക്ക്. അപ്പോൾ തൊട്ടുപിറകെ 5ാം സ്ഥാനത്ത് 29,101 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആദില ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ടുപിറകെ 5ാം സ്ഥാനത്ത് നോറയാണ് തുടരുന്നത്. നോറയ്ക്ക് ആദ്യം വോട്ടിൻ്റെ കാര്യത്തിൽ നല്ല വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ വോട്ടിൻ്റെ കാര്യത്തിൽ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കെ ഇങ്ങനെ വോട്ടിൻ്റെ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. 28,605 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നോറ 5ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയിരിക്കുന്നത്. നല്ല വോട്ടിംഗ് ഇടിവ് ഈ മണിക്കൂറിൽ കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടെയാണ് നോറ. തൊട്ടുപിറകെ 6ാം സ്ഥാനത്ത് നെവിനാണ്. ചെറിയൊരു വോട്ടിൻ്റെ മുൻതൂക്കത്തിലാണ് നെവിൻ ഇപ്പോൾ 6ാം സ്ഥാനത്ത് തുടരുന്നത്. 26,780 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നെവിൻ 6ാം സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത്. നല്ല വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കാത്തൊരു കണ്ടസ്റ്റൻറ്റും കൂടെ ആണ്. ചെറിയൊരു മുന്നേറ്റം മാത്രമേ ഉള്ളൂ ഈ 6ാം സ്ഥാനത്ത് തുടരാൻ നെവിന് സാധിക്കുന്നത്. എന്തായാലും തൊട്ടുപിറകെ 7ാം സ്ഥാനത്ത് സബമനാണ്. സബമൻ എല്ലാ ആഴ്ചയിലും രക്ഷപ്പെടുന്ന നമുക്ക് ഈ ആഴ്ച രക്ഷപ്പെടുന്ന നമുക്ക് വിചാരിക്കാം. 26,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സബമൻ 7ാം സ്ഥാനത്ത് തുടരുന്നു. തൊട്ടുപിറകെ 8ാം സ്ഥാനത്ത് ഒണിയൽ സാബുവാണ്. 24,311 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 8ാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് ഈ മത്സരാർത്ഥി. വോട്ടിംഗ് തുടക്കത്തിലും വോട്ടിംഗ് അവസാനം ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കെ സൗമൻ ഇതുവരെ മുന്നേറാത്ത ഒരു കണ്ടസ്റ്റൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിൻ്റെ കാര്യത്തിൽ. എന്തായാലും ഈ ആഴ്ച പെട്ടി ബാക്ക് ചെയ്യാം എന്ന് തോന്നുന്നു. അത്രയും വോട്ടിൻ്റെ ഇടിവ് സൗമനുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി എന്ന് ഞാൻ പറയുന്നു. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.